വലിയവനായ എനിക്ക് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം വിപരീത സമയത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഉറക്കെ ഒന്ന് പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഇന്നത്തെ വചന ചിന്തയ്ക്കായിട്ട് ഹഗായി പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 12-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. പുതിയ നിയമത്തിൽ 862 പേജ്, പുതിയ നിയമത്തിൽ 862 പേജ്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 12:4-5. ഹോശേയ 12:4-5. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു. അവൻ ബേഥേലിൽ വെച്ച് അവനെ കണ്ടെത്തി. അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു. യഹോവ സൈന്യങ്ങളുടെ ദൈവമാകുന്നു, യഹോവ എന്നാകുന്നു അവന്റെ നാമം. ദൈവത്തിന്റെ സ്തോത്രം. സ്നേഹപരായ ഞങ്ങളുടെ കർത്താവേ, നമ്മൾ വായിച്ചു കേട്ട വചനത്തിനും ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കും. കേൾക്കുവാൻ പോകുന്ന ഞങ്ങളുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മീയ കണ്ണിലെ കർത്താവേ, രാവിലെ സമയം തുറക്കണമേ. അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. വചനം പറഞ്ഞ എളിയവന്റെ കുറവ് കേൾക്കുന്ന അവിടുത്തെ മക്കളുടെ ആരുടെയും അനുഗ്രഹ തടസ്സമാണ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. ശ്രദ്ധിക്കാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിലെ ഉന്നതരായ ആളുകളുടെ കുറവുകളും പരാജയങ്ങളും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കൊണ്ട് വിശുദ്ധ വേദപുസ്തകം പൂർണ്ണമായിട്ടും സത്യസന്ധത പാലിക്കുന്ന ഒരു പുസ്തകമാണ്. എന്നാൽ അവരുടെ ഈ കുറവുകളും ബലഹീനതകളും കണ്ടിട്ട് തെറ്റിപ്പോകാനല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരും അതിൽ നിന്ന് പാഠം പഠിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവഹിതപ്രകാരം ക്രമപ്പെടുത്തുവാനാണ് ഇതെല്ലാം വിശുദ്ധ വേദത്തിൽ കാണിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും കൂടെ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തില് ദൈവത്തെ അനുഗമിക്കുന്നു എങ്കിലും ദൈവം നമ്മളെ തള്ളിക്കളയുവാൻ ഒരിക്കലും ഇടയാകരുത്. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസം ഉറച്ചു നിന്ന് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്ന് ജീവിച്ചു കൊള്ളണം. അതുകൊണ്ടാണ് ഈ കുറ്റങ്ങളും കുറവുകളും എല്ലാം ശുദ്ധ വേദപുസ്തകത്തില് നമ്മളെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യാക്കോബിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. തന്റെ ജീവിതകാലത്ത് യാക്കോബ് പലവട്ടം ദൈവത്തെ കണ്ടുമുട്ടിയിരിക്കണം. എങ്കിലും ഉൽപ്പത്തി 28-ാം അധ്യായത്തിലും 32-ാം അധ്യായത്തിലും കാണുന്ന കണ്ടുമുട്ടലുകൾ അവയിൽ നിന്നും വളരെ വേറിട്ട് നിൽക്കും. ഒന്നാമത്, ബേഥേലിൽ വെച്ച് സ്വർഗ്ഗത്തോളം എത്തുന്ന ഒരു കോവേണിയും അതിന് മുകളിൽ നിന്നുകൊണ്ട് യഹോവ അരുളി ചെയ്യുന്നതുമായ ഒരു ദർശനം യാക്കോബ് കാണുകയാണ്. ഇവിടെ ഇത് ദൈവത്തിന്റെ ആലയം എന്ന് യാക്കോബ് പറയുന്നു. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 10-17 വാക്യങ്ങൾ, 10 മുതൽ 17 വരെ. സമയക്കുറവുകൊണ്ട് അടുത്തിലേക്ക് കടക്കട്ടെ, വായിക്കണ്ട, പോട്ടെ. രണ്ടാമത്, പെനിയേലിൽ വെച്ച് ആയിരുന്നു അടുത്ത കണ്ടുമുട്ടലുകൾ. അവിടെ യാക്കോബ് ദൈവവുമായി മല്ല് പിടിക്കുകയാണ്. ഇവിടെ ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടു എന്ന് യാക്കോബ് സാക്ഷീകരിക്കുന്നു. ഈ 2 സംഭവങ്ങൾക്കും ഇടയില് വേദപുസ്തകത്തിലെ 5 അധ്യായങ്ങളും 20 വർഷങ്ങളും കടന്നുപോയി. ആമേൻ. ബേഥേലിൽ വെച്ച് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു എന്നും യാക്കോബ് അവിടെ രാപാർത്തു എന്നും നമുക്ക് വായിക്കുവാൻ കഴിയും. തീർച്ചയായും യാക്കോബ് ബേഥേലിൽ എത്തിയ സമയത്തെ കുറിച്ചുള്ള പ്രസ്താവനയാണ് ഇതെങ്കിലും അടുത്ത 4 അധ്യായങ്ങളിൽ യാക്കോബിന്റെ പിന്നീടുള്ള ജീവിതത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ വാസ്തവമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പെനിയേലിൽ വെച്ച് യാക്കോബ് വീണ്ടും ദൈവത്തെ കണ്ടുമുട്ടിയ ശേഷം ഉടൻ തന്നെ തന്റെ ജീവിതത്തിൽ സൂര്യൻ ഉദിക്കുകയാണ്. വീണ്ടും അദ്ദേഹം അവിടെ നിന്നും യാത്ര തുടരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും.
ഇത് സ്ഥലകാലങ്ങൾ സംബന്ധിച്ചൊരു പ്രസ്താവനയാണെങ്കിലും ആ ദിവസം മുതൽ യാക്കോബ് ഒരു വ്യത്യസ്ത മനുഷ്യനായി തീർന്നു. കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തെ നാം കണ്ടുമുട്ടിയതിനു ശേഷം നാം ഒരു വ്യത്യസ്ത മനുഷ്യനായി തീർന്നിട്ടുണ്ടോ? യാക്കോബിന്റെ ജീവിതം അവിടെ ദൈവത്തിന്റെ വെളിച്ചം കടന്നു വന്ന് തന്റെ ജീവിതം പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ടിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പെനിയേലിൽ വെച്ച് യാക്കോബ് സ്വീകരിച്ചതുപോലെയുള്ള തീരുമാനങ്ങൾ നാം എടുക്കുവാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് എത്ര വലിയതായാലും നല്ല സൂര്യോദയവും പ്രഭാതവും കാണുവാൻ നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും എന്നുള്ളതിന് സംശയമേ ഇല്ല. ദൈവത്തിന്റെ സ്തോത്രം. യാക്കോബിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. തന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചുകൊണ്ടാണല്ലോ ഉദരത്തിൽ നിന്നും അവൻ പുറത്തു വന്നത്. വാസ്തവത്തിൽ തന്റെ ജീവിതത്തിലും യാക്കോബ് അങ്ങനെ തന്നെയായിരുന്നു. മറ്റുള്ളവരിൽ നിന്നും യാക്കോബ് എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കുന്നവനായിരുന്നു. തന്റെ സഹോദരനിൽ നിന്നും ജ്യേഷ്ഠാവകാശം പിടിച്ചെടുത്തു. പിന്നീട് ഒരിക്കൽ പിതാവിൽ നിന്ന് അനുഗ്രഹവും മോഷ്ടിച്ചു. അമ്മായപ്പനായ ലാബാനോട് താമസിച്ച് 2 പെൺമക്കളെയും പിന്നീട് വസ്തുവകയും അദ്ദേഹം സ്വന്തമാക്കി. യാക്കോബ് വിലപേശുന്ന സ്വഭാവക്കാരനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ജ്യേഷ്ഠാവകാശത്തിന് വേണ്ടി യേശാവിനോട് വിലപേശി, റാഹേലിന് വേണ്ടി ലാബാനോട് വിലപേശി എന്ന് വേണ്ട, ബേഥേലിൽ വെച്ച് ദൈവമായിട്ട് പോലും വിലപേശുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. യാക്കോബ് ഒരു വഞ്ചകനായ മനുഷ്യനായിരുന്നു. പിതാവിൽ നിന്ന് അനുഗ്രഹം നേടുവാൻ ആഗ്രഹിച്ചപ്പോൾ പിതാവിനെ വഞ്ചിക്കുവാൻ ഒരുപെട്ട് കള്ളത്തരം പറയുന്ന കാലത്തില് ദൈവനാമം ഉപയോഗിക്കുവാൻ ഒരു മടിയും യാക്കോബ് കാണിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. വേട്ടമൃഗത്തെ ഇത്ര വേഗം കിട്ടിയത് എങ്ങനെ എന്ന് പിതാവ് ചോദിച്ചപ്പോൾ നിന്റെ ദൈവമായ യഹോവ എന്റെ നേരെ അതിന് വരുത്തി തന്നു എന്ന് പറഞ്ഞു. ഒന്നോർക്കണമേ, എത്ര നിസ്സാരമായിട്ടാണ് സ്വന്തം പിതാവിനോട് ദൈവത്തെ ഇടനില ചേർത്ത് കള്ളത്തരം പറയുവാനും ആണയിടുവാനും യാക്കോബ് തുനിഞ്ഞത്. ദൈവഭയമില്ലാതെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പിടിച്ചു പറിക്കുക, മറ്റുള്ളവരെ വഞ്ചിക്കുക, ധനം സമ്പാദിക്കുക, വിലപേശുക മുതലായ എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളോടും കൂടി തികച്ചും ലൗകികനായി യാക്കോബ് തന്റെ ജീവിതം തുടർന്നു. അവസാനമായി ബേഥേലിൽ വെച്ച് തന്റെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ച് ദൈവം ഒരു സ്വപ്നത്തിൽ യാക്കോബിന്റെ ജീവിതത്തെ കുറിച്ച് വലിയൊരു വെളിപ്പാട് നൽകി. എന്നാൽ യാക്കോബിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ. ഉൽപ്പത്തി 28-ന്റെ 20-21 വാക്യങ്ങൾ. ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിക്കുവാൻ ആഹാരവും ധരിക്കുവാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ നിത്യവിശ്വാസികളും ഇതുപോലെ തന്നെയാണ്. ഉന്നതവും മഹത്വപരമായിട്ടൊരു ലക്ഷ്യത്തിലേക്കാണ് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും വളരെ താണത് കൊണ്ട് തൃപ്തിപ്പെടുകയും അതിനുവേണ്ടി സമയം കളഞ്ഞ് നമ്മുടെ ആയുസ്സിനെ പാഴാക്കുകയും ചെയ്യുന്നതാണ് ഒട്ടുമുക്കാൽ വിശ്വാസികളെ ഇന്ന് ലോകത്ത് കാണുവാൻ കഴിയുന്നത്. യാക്കോബിന്റെ ഭൗതികമായ അനുഗ്രഹങ്ങളെക്കാൾ അനേക ദൂരം കവിഞ്ഞു നിൽക്കുന്ന ഉയർന്ന ആത്മീയ അനുഗ്രഹങ്ങൾ ദൈവം കൊടുക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ ഭൗതികമായതുകൊണ്ട് തൃപ്തിപ്പെടുവാൻ യാക്കോബ് ആഗ്രഹിച്ചു. ഇതിന്റെ ഫലം എന്തായിരുന്നു? യാക്കോബിനെ കുറിച്ച് ദൈവിക പദ്ധതി താമസിച്ചു പോയി എന്ന് വേണം പറയുവാൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവസന്നിധിയിൽ നാം എപ്പോഴും താണിരുന്നു കൊള്ളണം. നമുക്ക് ഉന്നതമായ ആത്മീയ അനുഗ്രഹങ്ങളെ ദൈവം തരുമെന്നുള്ളതിന് സംശയമില്ല. അതായത് ലോക കാര്യങ്ങളിൽ നിന്നും യാക്കോബിന്റെ മനസ്സിനെ പിന്തിരിപ്പിച്ച് സ്വർഗീയ കാര്യങ്ങൾ ചിന്തിക്കുവാൻ, യാക്കോബിന്റെ മനസ്സിനെ ഒരുക്കിയെടുക്കുവാൻ സ്വർഗസ്ഥനായ ദൈവത്തിന് ഏതാണ്ട് 20 വർഷം വേണ്ടി വന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇന്നത്തെ അനേക വിശ്വാസികളുടെ ചെറിയ ആത്മീയ കാഴ്ചപ്പാട് മൂലവും ദൈവിക കാര്യങ്ങളെക്കാൾ ഈ ലോകത്തിലെ കാര്യങ്ങളോടുള്ള താല്പര്യം മൂലം എത്രയോ വിശ്വാസികളാണ് ദൈവത്തിന്റെ മഹത്വകരമായ ലക്ഷ്യങ്ങളെ തള്ളിക്കളയുന്നത്. എന്നാൽ സ്വർഗീയ ദർശനത്തോട് താൻ അനുസരണക്കേട് കാണിച്ചിട്ടില്ല എന്ന് തന്റെ ജീവിതത്തിന്റെ അവസാന സമയം പറയുവാൻ അപ്പോസ്തലനായ പൗലോസിന് കഴിഞ്ഞു. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 26-19. അപ്പോസ്തല പ്രവൃത്തി 26-19.
യെരൂശലേമിലും ആ. യെരൂശലേമിലും ആ. യഹൂദ്യദേശത്തെങ്ങുമുള്ളവരോടും ആ. പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ആ. ദൈവത്തിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. സ്തോത്രം. എന്നാൽ ദൈവം യാക്കോബിനോട് സംസാരിച്ചപ്പോൾ ആ വിധത്തിൽ പ്രതികരിക്കുവാൻ യാക്കോബിന് കഴിഞ്ഞില്ല. എന്നാൽ യാക്കോബിനെ സ്വന്തം വഴിക്ക് ദൈവം വിട്ടില്ല. എന്നോടുള്ള എന്റെ വാഗ്ദാനം നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് യാക്കോബിനോട് ദൈവം പറഞ്ഞു. എവിടെ വെച്ചായിരുന്നു? ബെഥേലിൽ വെച്ചായിരുന്നു ദൈവം യാക്കോബിനോട് പറഞ്ഞത്. മാത്രമല്ല ദൈവം വാക്ക് പാലിക്കുകയും ചെയ്യും. എന്നെയും നിങ്ങളെയും നമ്മുടെ സ്വന്തം വഴിക്ക് ദൈവം വിട്ടിരുന്നെങ്കിൽ നാം എവിടെ ചെന്നെത്തിയേനെ? ഇനി ആലയത്തിൽ ഞാൻ നിങ്ങൾ കാണുമായിരുന്നോ? ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ എന്നെയും നിങ്ങളെയും വിടാതെ പിന്തുടർന്നതും കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇന്ന് ഈ ആലയത്തിലായിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലെ സകല നന്മകൾക്കും കാരണം നമ്മുടെ ദൈവത്തിന്റെ നമ്മുടെ മേലുള്ള കൃപ കൊണ്ടൊന്ന് മാത്രമാണ്. സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായ വില്യം ബൂത്ത് എഴുതിയ വളരെ ഗംഭീര്യമുള്ള ഒരു പാട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: കൃപാക്കടലേ നിന്റെ തീരത്ത് ഞാൻ അനേക നാൾ ആകാംക്ഷയോടെ നിന്നേ, മടങ്ങുവില്ലിൽ നിവിടുന്നിനി ഞാൻ നിൻ പ്രവാഹമന്മേൽ ഒഴുക്കാതിരുന്നാൽ. അല്പ സാഹിത്യങ്ങൾ എന്ന ഭാഷയാണെങ്കിലും അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: കൃപാക്കടലേ നിന്റെ തീരത്ത് ഞാൻ, കർത്താവ് കൃപയും കരുണയും നിറഞ്ഞവനാകും. കൃപ നിറഞ്ഞ കർത്താവേ, ഞാൻ രക്ഷയിലേക്ക് വന്ന നാൾ മുതൽ തിരുസന്നിധി ഞാനായിരിക്കുക. എന്തിനാണ്? നിന്റെ കൃപ എന്റെ മേലൊന്ന് ഒഴുക്കണം. അതിനുവേണ്ടി കൃപയുടെ പ്രവാഹം എന്റെ മേലൊന്ന് ഒഴുക്കണം കർത്താവേ. അവിടുത്തെ കൃപയുടെ വലിയൊരു മഴയാണ് എനിക്ക് ആവശ്യം. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ 2-ൽ കാണുന്നത് പോലെ മഴ പോലെ എന്റെ ഉപദേശം പൊഴിയുമെന്ന് അവിടെ പറയുന്നുണ്ട്. ഇന്ന് ഈ ആരാധന കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് മടങ്ങണമെങ്കിൽ അവിടുത്തെ കൃപയുടെ പ്രവാഹം എന്റെ മേൽ ഒഴുക്കണം കർത്താവേ. ഒത്തിരി നാളായി ഞാൻ കാത്തിരിക്കുകയാ, വളരെ നാളുകളായി ഞാൻ ആഗ്രഹിക്കുകയാ. ഇളം പുല്ലിൽ മേലുള്ള ചാറ്റൽ മഴ പോലെയല്ല, അവിടുത്തെ കൃപയുടെ വലിയ ഒരൊഴുക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്ര പേര് പ്രാർത്ഥിക്കും? ഹൃദയത്തിന്റെ അടുത്തിട്ട് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഞാൻ വില്യം ബൂത്ത് പറയുകയാ, കൃപയുടെ പ്രവാഹമാ കർത്താവേ എനിക്ക് വേണ്ടത്. കൃപയുടെ വലിയൊരു വെള്ളച്ചാട്ടമാണ് എനിക്ക് വേണ്ടിയത്. സ്വർഗം തുറക്കണമേ എനിക്ക് വേണ്ടി. അദ്ദേഹം പ്രാർത്ഥിക്കുക. എത്ര പേര് പ്രാർത്ഥിക്കും എന്നെ കേൾക്കുന്നവര്? കർത്താവേ, അവിടുത്തെ വലിയൊരു കൃപ എനിക്ക് വേണം. ഇനി ആലയം വിട്ടു പോകുമ്പോൾ അവിടുത്തെ വലിയൊരു കൃപ എന്റെ മേൽ ചൊരിയണമേ. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ സ്തോത്രം. വില്യം ബൂത്ത് ആത്മാവിൽ കരഞ്ഞു പ്രാർത്ഥിച്ച കാര്യമായത്. അവിടുത്തെ കൃപ എന്റെ മേൽ ഒഴുക്കണം കർത്താവേ. ദൈവത്തിന്റെ സ്തോത്രം. ഒരുപക്ഷെ മോശ പറഞ്ഞത് തത്തുല്യമായ ഒരു വാക്കായത്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 15-ൽ കാണുന്നു: തിരുസാന്നിധ്യത്തിനോട് കൂടെ പോരുന്നില്ല എങ്കിൽ അവിടുന്ന് എന്നെ അയക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബിനെ സ്വന്തം വഴിക്ക് ദൈവം വിട്ടില്ല. ദൈവത്തിന്റെ കർശനമായ ശിക്ഷണം യാക്കോബ് ഏറ്റുവാങ്ങുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിങ്ങനെയായിരുന്നു. ഒന്നാമതായി ദൈവം യാക്കോബിനെ മറ്റൊരു സൂത്രശാലിയായ വ്യക്തിയോട് അപ്പോ ആക്കി. ലാബാൻ യാക്കോബിനെ പോലെ തന്നെ ഒരു സൂത്രശാലിയായിരുന്നു. ഒടുവിൽ യാക്കോബ് വിതച്ചത് തന്നെ കൊയ്യാൻ ആഗ്രഹിക്കും. തന്റെ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ കബളിപ്പിച്ചിരുന്ന യാക്കോബ് ഇപ്പോൾ കബളിപ്പിക്കപ്പെടുകയാണ്. റാഹേലിനെയാണ് വിവാഹം ചെയ്യുന്നത് ധരിച്ച് പിറ്റേന്ന് താൻ ലേയാണ് വിവാഹം ചെയ്തത്. ഈ കഠിന സത്യം യാക്കോബ് മനസ്സിലാക്കി. 14 വർഷത്തെ കഠിനാധ്വാനത്തിനൊടുവില് യാക്കോബിന് റാഹേലിനെ കിട്ടി. അതിനുശേഷമാണ് അവൾ മച്ചിയാണെന്ന് യാക്കോബ് അറിഞ്ഞത്. നാം നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾക്കും ചിന്തകൾക്കും അനുസരിച്ച് ദൈവം നമ്മോട് പകരം ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. മറുഭാഗത്ത് ദൈവം നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറുവശത്ത് ദൈവം കരുണയുള്ളവൻ കൂടിയാണ്. അതുകൊണ്ട് റാഹേൽ യാക്കോബിന് ഒരു പുത്രനെ കൂടെ നൽകുവാനിടയായി. എന്നാൽ ഇതുകൊണ്ടൊന്നും യാക്കോബിന് ഒരു മനമാറ്റം വന്നില്ല. എന്ന് മാത്രമല്ല, അവൻ ലാബാന്റെ സമ്പത്ത് മോഷ്ടിക്കുവാനുള്ള പദ്ധതികൾ തുടങ്ങുകയും ചെയ്തു. അവസാനമായി ലാബാന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോകുവാൻ തീരുമാനിച്ചു.
ലാബാന്റെ കൂടെയുള്ള കഠിനമായ ശിക്ഷണത്തിന്റെയും കഷ്ടപ്പാടിന്റെ പൂർണ്ണ വിവരം വിശുദ്ധ വേദപുസ്തകം നമുക്ക് തരുന്നില്ല എങ്കിൽ തന്നെയും അതിന്റെ ഒരു ഏകദേശ രൂപം ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിന്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിന്റെ 38 മുതൽ 42 വരെയുള്ള വാക്യം പെട്ടെന്ന് വായിക്കാം. ഈ 20 സംവത്സരം ഞാൻ നിന്റെ അടുക്കൽ പാർത്തു. നിന്റെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ശനനാശം വന്നിട്ടില്ല. നിന്റെ കൂട്ടത്തിലെ ആട്ടുകൊറ്റന്മാരെ ഞാൻ തിന്നു കളഞ്ഞിട്ടുമില്ല. ദുഷ്ടമൃഗം കടിച്ചു കീറിയതിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതെ ഞാൻ അതിന് ഉത്തരവാദിയായിരുന്നു. പകൽ കളവ് പോയതിനെയും രാത്രി കളവ് പോയതിനെയും നീ എന്നോട് ചോദിച്ചു. ഇങ്ങനെയായിരുന്നു എന്റെ വസ്തുവക. പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. എന്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി. ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു. 14 സംവത്സരം നിന്റെ 2 പുത്രിമാർക്കായിട്ടും 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും എന്നെ സേവിച്ചു. 10 പ്രാവശ്യം നീ എന്റെ പ്രതിഫലം മാറ്റി. എന്റെ പിതാവിന്റെ ദൈവമായി അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ഭയവുമായവൻ എനിക്കില്ലാതിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മതി. എന്നാൽ ലാബാന്റെ അടുക്കൽ ഓടിപ്പോയി യാക്കോബ് തന്നെ പിന്തുടർന്ന് ലാബാനെ പറഞ്ഞ് തിരിച്ചയക്കുകയാണ്. അപ്പോഴാണ് ഏശാവ് വലിയൊരു സംഘവുമായി തന്നെ എതിരിടാൻ വരുന്നുവെന്ന് കണ്ടത്. ദൈവത്തിന്റെ ശിക്ഷണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാതെ അതിന് കീഴ്പ്പെട്ട് കാര്യങ്ങൾ ദൈവകരങ്ങളിൽ കൊടുത്തിരുന്നുവെങ്കിൽ ദൈവം അവിടുത്തേതായ വഴികളിൽ കൂടെ യാക്കോബിനെ വിളിപ്പിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ദൈവത്തിന്റെ തീരുമാനം ഇങ്ങനെ തന്നെയാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ തീരുമാനം ഇപ്രകാരം തന്നെയാണ്. ജീവിത ഭാരത്തിന്റെ നടുവില് ഹൃദയം നിറഞ്ഞു കവിയുമ്പോൾ, കണ്ണുനീർ നിറഞ്ഞൊഴുകുമ്പോൾ, നമ്മുടേതായ ബുദ്ധിക്ക് തീരുമാനങ്ങൾക്കും അനുസരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയാതെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു സംശയമില്ല. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ എത്ര പേർ അങ്ങനെ ഒരു തീരുമാനമെടുക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുവാൻ യാക്കോബ് തയ്യാറാകുന്നില്ല. താൻ തടഞ്ഞു വയ്ക്കപ്പെട്ടു എന്ന് തോന്നിയ നിമിഷങ്ങളിൽ പോലും ദൈവം തനിക്ക് തന്ന വാഗ്ദത്തങ്ങളെ ദൈവത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ ദൈവവുമായുള്ളവേ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോക. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ യോർദാൻ കടന്നത്. ഇപ്പോഴും ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. എന്റെ സഹോദരനായ ഏശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷെ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയും നശിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നീയോ, ഞാൻ നിന്നോട് നന്മ ചെയ്യും. നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരിയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ. ഉദാഹരണമായി, അസുഖത്താൽ ഞാൻ എന്തെങ്കിലും ഭാരപ്പെടുമ്പോൾ ഞാൻ നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് നാം ദൈവത്തെ പ്രാർത്ഥനയിൽ കൂടെ ഓർമ്മപ്പെടുത്താറുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ പ്രാർത്ഥന കൊണ്ട് മാത്രം പോരാ എന്ന് തോന്നിയ യാക്കോബ് തന്റേതായ ഒരു പദ്ധതി കൂടി ആവിഷ്കരിക്കുവാൻ തുടങ്ങി. ഒരുപക്ഷെ ദൈവം തന്നെ കൈവിടുന്ന പക്ഷം ഒരു കൂട്ടത്തെയെങ്കിലും അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷത്തിന്റെ ജീവിതത്തെയെങ്കിലും രക്ഷിക്കാം എന്ന് കണക്കൂട്ടിയാണ് യാക്കോബ് അത് ചെയ്തത്. നമ്മുടെ മറ്റൊരു പതിപ്പായിരുന്നു യാക്കോബ്. എന്നാൽ യേശാവിനെ കണ്ടുമുട്ടിയപ്പോൾ തന്റെ ഭയമെല്ലാം അസ്ഥാനത്തായി. എന്നാൽ പെനിയലിൽ വെച്ച് ദൈവം യാക്കോബിന് അവസാനമായ ഒരു ശിക്ഷ കൂടി നൽകിയില്ലായിരുന്നുവെങ്കിൽ ദൈവത്തിന് വീണ്ടും 20 വർഷം കൂടെ കാത്തിരിക്കേണ്ടി വന്നേനെ. ഇവിടെ ദൈവത്തോടും മനുഷ്യരോടും ഇടപെടുവാനുള്ള ശക്തി ദൈവം യാക്കോബിന് കൊടുത്തു. ഇസ്ഹാക്ക് യാക്കോബിനെ കൈവച്ച് അനുഗ്രഹിച്ചുവെങ്കിലും പെനിയലിൽ വെച്ച് ദൈവം അവനെ അനുഗ്രഹിച്ചപ്പോഴാണ് യഥാർത്ഥമായ സ്വർഗീയ അനുഗ്രഹം അവൻ കിട്ടുവാനിടയായി തീർന്നത്. വായിക്കാം ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 32-ന്റെ 29-30 വാക്യങ്ങൾ. യാക്കോബ് അവനോട്, നിന്റെ പേര് എനിക്ക് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. നീ എന്റെ പേര് ചോദിക്കുന്നത് എന്ത് എന്ന് അവൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. എന്നാൽ തുടയുടെ ഉളുക്കു നിമിത്തം അവൻ മുടങ്ങി നടന്നു. അവൻ യാക്കോബിന്റെ തുടയുടെ തരത്തിലെ നരമ്പ് തൊടുക കൊണ്ട് ഇസ്രായേൽ മക്കൾ ഇന്നുവരെയും തുടയുടെ തരത്തിലെ നരമ്പ് തിന്നാറില്ല. ദൈവം പെനിയേൽ വെച്ച് യാക്കോബിനെ അനുഗ്രഹിക്കാൻ 4 കാരണങ്ങളാണ് ഉണ്ടായത്.
ആ 4 കാരണങ്ങളിൽ പെട്ടെന്ന് നമുക്കൊന്ന് കടന്നു വരാം. ഒന്നാമത്തേത് തന്റെ പിതാവിന്റെ ഭവനത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക്. ഉൽപ്പത്തി പുസ്തകം 31:3, 14 മുതൽ 18 വരെ വായിക്കുന്ന യാക്കോബ് ഒരു നേർച്ച നേരുകയാണ് അവിടെ, തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയാണ് എന്ന്. എന്നാൽ യാക്കോബ് നേർച്ച നിവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. സങ്കീർത്തന പുസ്തകം അതിന് 76:11 കാണുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുകയാണ്. ഇഫ്താഹ് ഒരു നേർച്ച നേർന്നത് മൂലം തന്റെ സ്വന്തം മകളെ ഹോമയാഗം കഴിക്കേണ്ടി വന്നു. അത് മനസ്സിലാക്കിയിട്ട് പോലും അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുകയില്ല. പിതാവുമായുള്ള തന്റെ അകൽച്ച മൂലം ഇളയ പുത്രനെ പന്നിക്കൂട്ടത്തിൽ എത്തിച്ചു എങ്കിലും തന്റെ തെറ്റ് മനസ്സിലാക്കിയപ്പോൾ അവൻ തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങിയേറുവാനിടയായി തീർന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്കുകൾ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. പിതാവിൽ നിന്നാകുന്നു പോകുന്ന ഏതെങ്കിലും കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് യഥാസ്ഥാനപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ സമയം ഓർമ്മിപ്പിക്കുകയാണ്. 2, ദൈവത്തോട് കൂടെ ഏകാന്തതയിലായിരിക്കുക. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 2-3 വാക്കുകൾ നമുക്കത് കാണുവാൻ കഴിയും. നമ്മുടെ കർത്താവ് തന്നെ പറയുകയാണ്, ഈ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. മറിയയെ പോലെ കർത്താവിന്റെ പാദപീഠത്തിലിരിക്കുന്ന നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം. പഴയ നിയമ പിതാക്കന്മാരിൽ പലരും ദൈവത്തോടു കൂടെ ഏകാന്തത്തിൽ സമയം ചെലവഴിച്ചവരാണ്. ഉദാഹരണത്തിന് യെശയ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ മുതലായ പ്രവാചകന്മാർ ഏകാന്തത്തിൽ ദൈവത്തോടുകൂടെ ആയിരുന്നപ്പോൾ ദിവ്യ ദർശനങ്ങളെ കാണുവാനിടയായി. യോഹന്നാൻ അനേകനായി പത്മോസ് ദ്വീപിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് സ്വർഗ്ഗം തുറന്ന് അവന് നൽകുവാനിടയായി. സാധു സുന്ദർ സിംഗ് ഏകാന്തത്തിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ ദർശനം കണ്ട് ഇന്ത്യയുടെ അപ്പോസ്തലനായി ലോകം മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു. 3, ദൈവത്താൽ തകർക്കപ്പെടുക. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 3, 25 വാക്യങ്ങൾ. 20 വർഷം ദൈവം യാക്കോബിനെ ഇടപെട്ടു, എന്നാൽ കീഴടങ്ങുവാൻ യാക്കോബ് ഒരിക്കലും തയ്യാറായില്ല. താൻ കൈവച്ച കാര്യങ്ങൾ എല്ലാം തകരാറിലായി എന്ന് കാണിച്ചു കൊടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചെങ്കിലും കഠിന ഹൃദയനായി തന്നെ യാക്കോബ് തന്റെ ജീവിതം മുന്നോട്ട് തുടർന്നു. അവസാനം ശരീരത്തിലെ ഏറ്റവും ശക്തിയുള്ള തുടയല് ദൈവം ഉളുക്കിക്കളഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. മോശെ മിസ്രയീമിലെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നാൽ 40 വർഷത്തിന് ശേഷം ദൈവത്താൽ തകർക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ കർത്താവേ, ഞാൻ അയോഗ്യനാണ്, ഞാൻ വാക്ചാതുര്യമില്ലാത്തവനാണ് എന്നിങ്ങനെ തന്നെ താൻ താഴ്ത്തി കഴിഞ്ഞപ്പോൾ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും സമർത്ഥനായ നേതാവായി അദ്ദേഹം തീർന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തീയ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് ദൈവത്താൽ തകർപ്പെട്ട് കഴിഞ്ഞപ്പോൾ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുവിശേഷകനായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾ തന്നെ ദൈവത്തിൽ നിന്ന് താഴ്ത്തുമോ? എങ്കിൽ യാക്കോബിനെ രൂപപ്പെടുത്തിയ ദൈവം, മോശയെ കഴിവുള്ളവനാക്കി തീർത്ത ദൈവം, പൗലോസിനെ എടുത്തുപയോഗിച്ച ദൈവം എന്നെയും നിങ്ങളെയും രൂപപ്പെടുത്തുവാനും എടുത്തുപയോഗിക്കുവാനും ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. 4-ാമത്തെ കാര്യം, ദൈവത്തിനായി ആത്മാർത്ഥത്തോടെ ആഗ്രഹിക്കുക. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 26 യാക്കോബ് ആത്മാർത്ഥത്തോടെ ആഗ്രഹിച്ചപ്പോൾ അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചില്ല, ഞാൻ അങ്ങയെ വിടുകയില്ല എന്ന് യാക്കോബ് പറയുവാനിടയായി. സ്ത്രീധനം, വസ്തുവകകള്, സമ്പത്ത് ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി യാക്കോബ് ദൈവത്തെ ആഗ്രഹിച്ചപ്പോൾ തീർച്ചയായും ദൈവം പ്രസാദിച്ചു കാണും. സെക്രാമൺ പൂക്കൾ സുഗന്ധം പരത്തുന്ന ആ മനോഹര യാബോക്ക് നദീ തീരത്തെ യാക്കോബ് ഒരു അനുഗ്രഹത്തിനായി കേടപേക്ഷിച്ചപ്പോൾ ഒരു വ്യത്യസ്ത മനുഷ്യനായി തീർന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. വേദപുസ്തകം ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ പേരും അനുസരണ പുത്രനും നീതിമാനുമായ ഇസ്ഹാക്കിന്റെ പേരും ചേർത്തപ്പോൾ കൗശലക്കാരനും ഉപായുമായ യാക്കോബിന്റെ പേരും കൂടെ ചേർത്ത് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പരിശുദ്ധാത്മാവ് ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കുവാനായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ദൈവത്താൽ തകർക്കപ്പെടേണ്ട ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വില്യം ബൂത്തിനെ പോലെ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. യാക്കോബിനെ പോലെ ദൈവസ്ഥലത്തിന്റെ കുറവുകളെ നേരിട്ട് പറഞ്ഞേ, ദൈവത്തോടൊന്ന് പറഞ്ഞേ, കർത്താവേ, അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചില്ല, ഞാൻ അതിനെ വിടുകയില്ല. സർവശക്തൻ എന്റെ നിങ്ങളെ നമ്മുടെ സകല പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കും. അവരുടെ ആത്മാവിനെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പൂർണ്ണമായ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ രാവിലെ സമയം ആവശ്യപ്പെടുകയാണ്. ഒട്ടും സംശയം വേണ്ട, അനുഗ്രഹം പുറകെ ഓടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധനാമം രാവിലെ സമയം വാഴ്ത്തപ്പെടട്ടെ. കേട്ട വചനത്തിനനുസരിച്ച് ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തിനായിട്ട് നന്ദി പറയുന്നു.
ദൈവം നമ്മെ കേൾപ്പിച്ച വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമുക്ക് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടെ ഞങ്ങളെ എത്രമാത്രം കരുതുന്നുവെന്ന്, എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്, അവിടത്തേക്ക് ഞങ്ങളെക്കുറിച്ചുള്ള വലിയ പദ്ധതി ഉണ്ട് എന്ന് വീണ്ടും തിരുവചനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. യാക്കോബിന്റെ ജീവിതത്തിൽ അവിടുന്ന് എപ്രകാരമാണ് യാക്കോബിനെ പണിതതെന്ന് കർത്താവെ, ഞങ്ങളുടെ ജീവിതവും പണിയുവാൻ വേണ്ടി ഞങ്ങളെ തന്നെ അവിടുത്തെ മുൻപാകെ ഒന്ന് താഴ്ത്തി, അവിടുത്തെ കൃപ ഞങ്ങളുടെ മേല് പ്രവാഹം പോലെ കവിഞ്ഞൊഴുകുവാൻ തക്കവണ്ണം അവിടുത്തെ മുമ്പാകെ താഴ്ത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഇന്നത്തെ തന്ന തിരുവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ വചനം ഞങ്ങളുടെ ഹൃദയപ്പലകയിൽ എഴുതണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം ശുശ്രൂഷിച്ച യോജനങ്ങളിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദാസിന് കൊടുത്ത ആ വചനത്തിനായിട്ട് നന്ദി കരയുന്നു. തുടർന്നും ദാസിനെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തുന്നമേ. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം അവിടെ നിന്നും വിടുവിച്ച് കർത്താവെ, തുടർന്നും അങ്ങയുടെ ശക്തമായ വചനം അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ ദാസിനെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോരുത്തരെയും അങ്ങേ വചനങ്ങളാൽ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും മടങ്ങിപ്പോകുമ്പോൾ കർത്താവെ, വന്നതുപോലെയല്ല, അങ്ങിൽ നിന്ന് പ്രാപിച്ചവരായി മടങ്ങിപ്പോകുവാൻ സഹായിക്കണമേ എന്ന് കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ ചോദിക്കുന്നു. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴിയെടുത്ത പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹവാസവും നാം എല്ലാവരോടും കൂടെ, നാം കേട്ട തിരുവചനത്തോടും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ എന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. കർത്തമേശ്വര ചിന്തയിലേക്ക്